ഓക്കെ അവരുടെ സ്ഥലം എവിടെയാണ്, പക്ഷെ ഇതുപോലൊരു മനോഹരമായ ഒരു സ്ഥലം ഞങ്ങൾക്ക് വണ്ടി വിറ്റത്ത് വരും, വണ്ടി എല്ലാം കൊണ്ട് സൗകര്യമാണ് ഞങ്ങൾക്ക് ഇവിടെ. അപ്പം ഇങ്ങനെ ഒരു സ്ഥലം തരുന്ന മനസ്സുള്ള അദ്ദേഹത്തെ പറ്റി എല്ലാവർക്കും നമസ്കാരം. അപ്പൊ എങ്ങനെ തുടങ്ങുകയല്ലേ? ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ കഥാനായിക രേണുസുതിയുടെ ഒരു കാര്യം തന്നെയാണ്. രേണുസുതി പലപ്പോഴായിട്ട് പല കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ പറഞ്ഞ കാര്യം ഞാൻ ഇതിനോടകം തന്നെ പറഞ്ഞിട്ടുമുണ്ട്. അത് മാത്രവുമല്ല, ബിഷപ്പിനെതിരെ ഒരു ലീഗൽ നോട്ടീസ് അയച്ചിട്ട് അദ്ദേഹത്തെ ഒന്ന് പേടിപ്പിക്കുക വരെ ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പറഞ്ഞു വരാം. ഇന്നലെ പുള്ളിക്കാരിയുടെ ഒരു വീഡിയോ കാണാനായിട്ട് വന്നു മക്കളെ. ആ വീഡിയോ നിങ്ങൾ ആദ്യം ഒന്ന് കാണ്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അങ്ങോട്ട് തുടങ്ങാം. ദാസേട്ടാ, ഇവിടെ ഭയങ്കര ചൂടാണ്, ഇവിടെ മരങ്ങളൊന്നും ഇല്ല ദാസേട്ടാ എന്നാണ് ഈ രേണുസുതി പറയുന്നത്. ദാസേട്ടൻ കോഴിക്കോടൊക്കെ ഇവരുടെ വീട്ടിൽ ചെന്ന സമയത്ത് അവിടെ ഇരുന്ന് മറ്റേതാണ്ടൊക്കെ കഴിച്ച് കുടിച്ചിരിക്കുന്ന സമയത്താണ് പറച്ചില്. അവരുടെ വീടിനോട് ചേർന്ന് മരങ്ങളൊന്നും ഇല്ല, അതുകൊണ്ട് ഭയങ്കര ചൂടാണെന്നാണ് പുള്ളിക്കാരി പറയുന്നത്. ഈ ബിഷപ്പിന് ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചുകൂടായിരുന്നു? എന്റെ പൊന്നു ബിഷപ്പ്, നിങ്ങൾ ഈ വസ്തു കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ അവരുടെ ആ സ്ഥലത്തിന്റെ അവിടെയൊക്കെ ഈ മരങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ട് ഒരു മാവ്, ഒരു പ്ലാവ്, ഒരു തേക്ക്, അല്ലെങ്കിൽ എന്താ പറയുക, അങ്ങനെയൊക്കെ ആക്കിയിട്ട് വേണ്ടേ കൊടുക്കാന്? ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണ്ടേ എന്റെ ബിഷപ്പ്? എന്താ ഇത്? വരാൻ പോകുന്നത് ഒരു എന്താ പറയുക, ഒരു സെലിബ്രിറ്റി ആണെന്ന് ബിഷപ്പ് മനസ്സിലാക്കിയില്ലേ? ഇവിടെ രേണുസുതി ഭയങ്കര ബിസിയാ. പിന്നെ ഈ പറയുന്ന തങ്കച്ചനാണെങ്കിൽ അതിനെക്കാട്ടിലും ബിസിയാ. പിന്നെ ഇവരുടെ എന്താ പറയാ സഹോദരിയുടെ കാര്യം പിന്നെ പറയ വേണ്ട. ഇവര് മൊത്തം ബിസി ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ ഈ ബിഷപ്പ് എന്ത് ചെയ്യണം? ബിഷപ്പ് പോയി കുറച്ച് അവിടെ നട്ടു കൊടുക്ക്. അതാണ് ചെയ്യേണ്ടത്. ഇവരുടെ പറച്ചിലനുസരിച്ച് ഇവർക്ക് കൊടുത്ത വസ്തുവിന്റെ അകത്ത് ബിഷപ്പ് പോയി പ്ലാവ് നട്ടുവെക്കണം, മാവ് നട്ടുവെക്കണം. അങ്ങനെ ഇവർക്ക് ചൂട് തട്ടാതിരിക്കാനുള്ള സജ്ജീകരണങ്ങൾ ബിഷപ്പായിട്ട് ചെയ്തു കൊടുക്കണം. ബിഷപ്പിന്റെ സ്ഥലം മാത്രം ഇങ്ങനെ നല്ല രീതിയിൽ ഇട്ടിട്ട് എന്ത് പ്രയോജനമാ? ബിഷപ്പിന്റെ ആ ഒരു ഹട്ടിന്റെ അടുത്ത് അതിമനോഹരമായിട്ട് പ്ലാവിന് പ്ലാവ്, മാവിന് മാവ്, എന്തിനേറെ പറയുന്നത് കാന്താരി മുളക്, വാഴ, ഇതെല്ലാം അദ്ദേഹം നട്ടുവെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരു കുഴപ്പവുമില്ല. എന്നാൽ വീട്ടിൽ ചുമ്മാതിരിക്കുന്ന രേണുസുതിയുടെ അച്ഛൻ തങ്കച്ചനോ ഈ രേണുസുതിക്കോ ഒന്നും ഒരു മാവും തൈ നട്ടുവെക്കാൻ പറ്റത്തില്ല. എന്നിട്ട് പറയാണ് ചൂടാണ് പോലും, ചൂട്. അദ്ദേഹത്തിന്റെ കാട്ടിൽ അദ്ദേഹം ഓരോന്നും നട്ടുവെക്കുന്നുണ്ട്. അതിനാ പറയുന്നത് എന്ത് പറയുക, ഈ പ്രകൃതിയോടൊക്കെ ഒരു സ്നേഹമൊക്കെ നമുക്ക് വേണം. അപ്പോഴാണ് നമുക്ക് എന്താ പറയാ ഒരു മരം നട്ടുവെക്കണമെന്നും നമുക്കൊരു തോന്നലുണ്ടാകുന്നത്. വീട്ടുമുറ്റത്ത് ഒരു ചെടി പോലും ഉണ്ടാക്കി വെച്ചിട്ടില്ല, അല്ലെങ്കിൽ നട്ടു വെച്ചിട്ടില്ല എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ അങ്ങനെയുള്ളവരാണ് പറയുന്നത് ദാസേട്ടൻ വന്നപ്പോൾ, ദാസേട്ട ഇവിടെ ഭയങ്കര ചൂടാ, അടുത്ത് മരങ്ങളൊന്നും ഇല്ല. ഇവരുടെ പറച്ചിൽ കേട്ട് കഴിഞ്ഞാൽ ബിഷപ്പ് അവിടെ കൊണ്ടുവന്ന് മരങ്ങൾ നട്ടു കൊടുക്കണം എന്നുള്ള രീതിയിലാ. ഇവര് പിന്നെ എന്തിനാ ഭൂമി കിടക്കുന്നത്? നമ്മളൊക്കെ എന്ത് ചെയ്യും? ചൂടാണെങ്കിൽ ഈ വസ്തുവൊക്കെ കിട്ടി വീട് പണിതിട്ട് എത്ര വർഷമായി? ഒരു മാവോ ഒരു പ്ലാവോ അവിടെ നട്ടുവെച്ചാൽ അവർക്ക് തണുപ്പ് കിട്ടത്തില്ല എന്റെ പൊന്നു പ്രേക്ഷകരെ. അതോ ഈ പറഞ്ഞത് ഇനി AC കിട്ടാനാണോ, എയർ കണ്ടീഷൻ കിട്ടാനാണോ എന്ന് അറിയത്തില്ല. പറഞ്ഞത് ആരോടാണ്? ദാസേട്ടനോടാണ്. ദാസേട്ടാ, കൊണ്ടുവന്നൊരു എയർ കണ്ടീഷൻ വെച്ച് കൊടുക്ക്, അതൊക്കെ ചെയ്യുക. അല്ലെങ്കിൽ ഇനി ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഈ പറയുന്ന രേണുവിന് വേണമെങ്കിൽ ഒരു എയർ കണ്ടീഷൻ, ഒരു AC കൊടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ കൊടുക്കാം കേട്ടോ. പുള്ളിക്കാരി ഭയങ്കര കഷ്ടത്തിലാണ്. കാരണം കാറ്റ് മൊത്തം എന്താ പറയാ ചൂടാണ്, അവിടെ ഭയങ്കര ചൂടാണ്. ഭയങ്കര ചൂട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂട്. മരങ്ങളൊന്നും ഇല്ലെന്നേ. ആ ബിഷപ്പ് ഒരു മരം പോലും വെച്ച് പിടിപ്പിച്ച് തരാതാണ് ഭൂമി തന്നത്. ഇങ്ങനെയുണ്ടോ ബിഷപ്പുമാര്? കഷ്ടം. ബാക്കി കേൾക്ക്, ബാക്കി ഇനിയും കേൾക്കണം. നിങ്ങളെ ഞാൻ അങ്ങനെയൊന്നും വിടത്തില്ല പ്രേക്ഷകരെ. നിങ്ങൾ ഇതൊക്കെ കേൾക്കണം, നിങ്ങൾ കേട്ടേ പറ്റും. ഇത് നിങ്ങൾ കേട്ടോ, എന്റെ വണ്ടി എടുക്കണോ, എന്റെ വണ്ടി നിങ്ങൾക്ക് വേണ്ടി എടുക്കണോ എന്നാണ് പുള്ളിക്കാരി പറയുന്നത്. പൊന്നെ, ബെൻസാണ് ആ വീട്ടുമുറ്റത്ത് പാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരു കാര്യം ചെയ്യുക എന്റെ രേണു, നിങ്ങൾ ആ വണ്ടി ഒന്ന് എടുത്തതിന് ശേഷം അങ്ങ് തൊട്ട് ഒരു 2 കിലോമീറ്ററിനുള്ളിലാണല്ലോ നമ്മുടെ മറ്റേ അച്ചായന്റെ വീട്. ഏത് നിങ്ങൾ മുമ്പ് വാടകയ്ക്ക് താമസിച്ച അച്ചായന്റെ വീട്. ആ അച്ചായന്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് അദ്ദേഹത്തിന് കൊടുക്കാനുള്ള പൈസ ഒന്ന് കൊടുക്കുക. ആ വണ്ടിക്കകത്തോട്ട് വേണമെങ്കിൽ തങ്കച്ചനും മറ്റവരെ എല്ലാം കയറ്റിക്കോ. ഈ പറയുന്ന ഈ പുള്ളിക്കാരനെ കയറ്റിക്കോ, ഈ ദാസേട്ടനെ കൂടെ കയറ്റിക്കോ. എന്നിട്ട് കൊണ്ടുവന്ന് അദ്ദേഹത്തിന്റെ പൈസ ഒന്ന് കൊടുത്തേ. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ നിങ്ങളൊന്ന് കേട്ടേ. അദ്ദേഹം അവരുടെ വീട്ടിൽ പൈസ ചോദിച്ച് ചെന്നപ്പോൾ അദ്ദേഹത്തെ അവിടുന്ന് ആട്ടി ഓടിക്കുകയും അതുമാത്രവുമല്ല അദ്ദേഹത്തോട് പറഞ്ഞത് എന്തായിരുന്നു, സുധിയുടെ കല്ലറയിൽ പോയി സുധിയോട് ചോദിക്കാൻ.
എന്ന് പറഞ്ഞവരാണ് ഇവര്. ഇപ്പൊ പറയുകയാണ് എന്റെ കാർ എടുക്കട്ടെ, എന്റെ കാർ എടുക്കട്ടെ. നിന്റെ കാർ എടുക്ക്, നിന്റെ കാർ എടുത്തോണ്ട് നിനക്ക് ഇത്രയും കിട്ടുന്ന പൈസ ഒക്കെ ഇല്ലേ, അതില് ഇപ്പൊ കൊണ്ടുപോയി അങ്ങാരുടെ വാടക കൊണ്ട് കൊടുക്ക്, ആ കാറിൽ കയറി വാടക കൊണ്ട് കൊടുക്ക്. പിന്നെ നിന്റെ കൂട്ടുകാരി ഒരുത്തി ഉണ്ടായിരുന്നല്ലോ, തക്കാളി ശാരിക, പുള്ളിക്കാരി വന്നിട്ട് എന്തായിരുന്നു പറഞ്ഞേ, വണ്ടി വീട്ടുമുറ്റത്തൊന്നും കയറത്തില്ല, ഒരു കാട്ടുപ്രദേശമാ എന്നൊക്കെ പറഞ്ഞ സ്ഥലമല്ലായിരുന്നു. ഇപ്പൊ എങ്ങനെയാ നിങ്ങളുടെ വീടിന്റെ മുറ്റത്ത് കാറ് വരുന്നത്? എങ്ങനെ നിങ്ങളുടെ വീടിന്റെ മുറ്റത്ത് ഇതൊക്കെ വരുന്നത്? ഓക്കെ, അപ്പച്ചൻ പറഞ്ഞ കാര്യം ഒന്ന് കേട്ടു. പുതിയ വീട്ടിൽ ചെന്നു പുതിയ വീട്ടിൽ ചെന്നു ബിഷപ്പിന്റെ അവിടെ ആട്ടി ഇറക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾ ഭാഗത്താണ്ടി പറയാൻ ചൗക്കട്ടുണ്ട്, അവിടെ ചെന്ന് സുജോടി ചോദിക്കാം. അത് പറയാം. ആരത് പറഞ്ഞത്? രേണു എന്ന് പറഞ്ഞ ഇതുപോലെ അവിടെ പോയി കല്ലറ പോയി ചോദിക്കാനേ. തങ്ങച്ചൻ പുതുക്കാട്ട് വീട് കൊണ്ടാനം അവിടെ അപ്പന്റെ പേരിലാണ് വെച്ചിരിക്കുന്നത്. അങ്ങനെ എന്റെ കാര്യം എന്റെ വീട്ടിലുണ്ട്. എന്നിട്ട് എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ കേട്ടോണിഞ്ഞ് പോന്നു. കുറച്ച് കഴിഞ്ഞ് പിന്നെ ഞാൻ ആ വഴി പോയപ്പോ ഒന്ന് കയറിയപ്പോ ആ പുള്ളിക്കാരൻ എന്നെ കുറെ ഒത്തിരി എല്ലാം പറഞ്ഞു, നാണമില്ലേ ഇങ്ങനെ നടക്കണോ, അങ്ങനെ ഇങ്ങനെയാണെന്ന് പറഞ്ഞു. ഞാൻ ചെലവ് എങ്ങനെയാണെന്നറിയാവോ, ബുദ്ധിമുട്ടാണ്. ഞാൻ പറഞ്ഞു ബുദ്ധിമുട്ടാണ് തരണ്ട എന്നും പറഞ്ഞ് ഞാൻ കറങ്ങി പോന്നു. ആ ബിഷപ്പിനെ കണ്ടിട്ട് കേട്ടല്ലോ നിങ്ങള്. അതായത് ഭർത്താവിനോട് ഭയങ്കര സ്നേഹമാണ്, സുധിയുടെ പേരും വെച്ചോണ്ട് ജീവിക്കും. എന്നിട്ട് അവിടെ കിടന്ന് വാടക വീട്ടിൽ കിടന്ന് വാടക പോലും കൊടുക്കാതെ അവരുടെ സെപ്റ്റി ടാങ്ക് മൊത്തം നിറച്ചിട്ട് രണ്ടുപേരെന്ന് പറഞ്ഞാൽ അവിടെ ഈ അച്ഛനോട് പറഞ്ഞിട്ട് അവിടെ വാടകയ്ക്ക് ചേർന്നത്. എന്നിട്ട് ആ കുടുംബത്തിലുള്ള എല്ലാവരെയും കൊണ്ടുവന്ന് അവിടെ നിർത്തി അവിടെ അങ്ങ് പൊറുതിയായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹത്തിന് വാടക പോലും കൊടുക്കാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. ഒരു കാറ് പോലും, പഴയ കാർ അവിടെ ഇട്ടിട്ട് അതുപോലും എടുത്തോണ്ടല്ല അവർ വന്നത്. ഇദ്ദേഹം പോയി വാടകയുടെ ബാക്കി തരാൻ പറഞ്ഞപ്പോൾ ഇദ്ദേഹത്തോട് പറയുകയാണ്, കൊല്ലസുധിയുടെ കല്ലറയിൽ പോയി ചോദിക്കാൻ. ഈ കൊല്ലസുധിയെ വെച്ചിട്ടാണ് ഇവൾ ഈ ജീവിക്കുന്നത് മൊത്തം. എന്നിട്ടാണ് പുള്ളിക്കാരി അങ്ങനെ പറഞ്ഞത്. മനസ്സിലാവുന്നുണ്ടോ എന്റെ പൊന്നു പ്രേക്ഷകരെ? എന്നിട്ട് ഇപ്പൊ പറയുകയാണ്, എന്റെ കാർ എടുക്കട്ടെ, എന്റെ കാർ എടുക്കട്ടെ, എന്റെ കാറ്, നിങ്ങളുടെ കാറ്. ഇപ്പൊ കാർ എടുക്കട്ടെ എന്ന് വരെ ആയി. ഈ കാറിന്റെ അകത്ത് പെട്രോൾ അടിക്കുന്ന കാശ് പോട്ടെ, കൊടുത്താ പോരെ ആ മനുഷ്യന്? അദ്ദേഹത്തിന്റെ പൈസ കൊടുത്ത് തീർക്കരുതോ? ഈ ശാപമൊക്കെ എവിടെ കൊണ്ടുവെക്കും? ഈ പുള്ളിക്കാരി തന്നെ മുമ്പ് ഈ ബിഷപ്പിനെ കുറിച്ച് പറഞ്ഞ കാര്യം നിങ്ങളൊന്ന് കേൾക്കണം. ആ സ്ഥലത്തെ കുറിച്ച് പറഞ്ഞ കാര്യം നിങ്ങളൊന്ന് കേൾക്കണം. അന്നേരം ഒന്നും കുഴപ്പമില്ലായിരുന്നു. അന്നേരമൊക്കെ സൂപ്പർ സാധനം, സൂപ്പർ ബിഷപ്പ്, എല്ലാം അതെങ്ങനെയായിരുന്നു. എന്നാൽ ഇപ്പോഴോ എങ്ങനായി? ഇപ്പൊ ബിഷപ്പിനെതിരെ വരെ പരാതി കൊടുത്തു. അത് നമുക്ക് പറയാൻ കേട്ടോ, അത് കഴിഞ്ഞിട്ടുള്ള പോലെ. ഇതോടൊന്ന് കേട്ടെ. ഞങ്ങൾ എന്ത് ചെയ്യണമെങ്കിൽ സ്ഥലം എവിടെയാണ് കിട്ടണേ, വീട് വെച്ച് തരാം, ഓക്കെ, അവര് വീട് സ്ഥലം എവിടെയാണ്. പക്ഷെ ഇതുപോലൊരു മനോഹരമായ ഒരു സ്ഥലം ഞങ്ങൾക്ക് വണ്ടി വിറ്റത്ത് വരും, വണ്ടി എല്ലാം കൊണ്ട് സൗകര്യമാണ് ഞങ്ങൾക്ക് ഇവിടെ. അപ്പം ഇങ്ങനെ ഒരു സ്ഥലം തരുന്ന മനസ്സുള്ള അദ്ദേഹത്തെ പറ്റി ഇനി മേലെ നിങ്ങൾ ഇങ്ങനെ ആവശ്യമില്ലാത്ത, നിങ്ങൾ ഒന്നും അറിയാതെ വെറുതെ സംസാരിക്കും. കേട്ടല്ലോ, അത്ര കൈകൂപ്പിയാണ് നമ്മളോട് പറഞ്ഞത്. ആ മനുഷ്യൻ ഞങ്ങൾക്ക് വസ്തു തന്നത്, ഇവിടെ വണ്ടി വരെ കയറി വരും. അങ്ങനത്തെ ഒരു വസ്തു തന്ന ഒരു വ്യക്തിയെ നിങ്ങൾ ദയവ് ചെയ്ത് ഒന്നും പറയരുത്. പറഞ്ഞാൽ നിങ്ങൾക്ക് ശാപം കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഒരാളാണ് കഴിഞ്ഞ ദിവസം ബിഷപ്പ്. ഇവര് ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ ബിഷപ്പാമ്പെന്നും മുലക്കച്ച കെട്ടിക്കൊണ്ട് വന്നിരിക്കുകയാണെന്ന് കൂട്ടുകാരിയും, അതോടൊപ്പം തന്നെ ഞാൻ അങ്ങോട്ട് ചെല്ലിട്ട് ഞാൻ കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ ഈ രേണു. അത് കഴിഞ്ഞ് രേണു പറഞ്ഞ വേറെ കാര്യം എന്താണ്? ഇദ്ദേഹത്തിന്റെ കുടുംബപരമായ സ്വത്തിനെ കയറി ഞോണ്ടി, അവരുടെ കുടുംബത്തെ കയറി ഞോണ്ടി, സ്ഥിരതയില്ലാത്ത ആളാണ് ബിഷപ്പ് എന്ന് പറഞ്ഞു. അങ്ങനെ തുടങ്ങി പല രീതിയിൽ ഈ ബിഷപ്പിനെ എന്താ പറയുക പറഞ്ഞുകൊണ്ടേയിരുന്നു. അങ്ങനെ ബിഷപ്പാമ്പെന്ന് പറഞ്ഞും അദ്ദേഹത്തിന്റെ സ്ഥാനിക ചിഹ്നങ്ങളെയും ഇങ്ങനെ അദ്ദേഹത്തെ അധിക്ഷേപിച്ചുകൊണ്ടിരുന്ന സമയത്ത് അദ്ദേഹം എന്ത് ചെയ്തു? ഒരു ഇൻഡാസ് അങ്ങോട്ട് അയച്ചു കഴിയുമ്പോൾ അതൊക്കെ വായിച്ച് അത് എങ്ങനെ ഒരു സമാധാനത്തോടു കൂടെ പോകുമെന്നുള്ള രീതിയിലായിരിക്കണം അദ്ദേഹം അയച്ചത്. 7 ദിവസത്തിനകം അദ്ദേഹത്തിനെതിരായിട്ട് പറഞ്ഞ വീഡിയോ ഒക്കെ ഡിലീറ്റ് ചെയ്യണം, ഇല്ലാത്ത പക്ഷം നിയമപരമായിട്ട് മുമ്പോട്ട് പോകുമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു ഇൻഡാസ് അങ്ങോട്ട് അയച്ചപ്പോഴത്തേന് പുള്ളിക്കാരി എന്ത് ചെയ്യാനാന്ന് പറ. അതിന് പുള്ളിക്കാരി വേറൊരു വലിയ വക്കീലിനെ വെച്ചിട്ട്, അതും സുപ്രീം കോടതി വക്കീലാകട്ടോ, ആ വക്കീലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമണ്ടം വക്കീല, ആ വക്കീലിനെ വെച്ചത് തന്നെ ഇവർക്ക് പാരയാ. ആ വക്കീലിനെ ഇവർക്ക് മുട്ടിച്ചു കൊടുത്തത് ആരായാലും നല്ല പണിയാണ് രേണുവിനിട്ട് കൊടുത്തത്. തങ്കച്ചനായാലും ഈ കൂട്ടുകാരി സജീനയായാലും നല്ല പണി തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. എന്തായാലും അതിൽ എഴുതിയിരിക്കുന്ന ചില വാചകങ്ങൾ നിങ്ങളൊന്ന് കാണണം എന്റെ പൊന്നു പ്രേക്ഷകരെ. ബിഷപ്പിനിട്ട് തിരിച്ച പണി കൊടുക്കുന്ന രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല പണി കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണോ? ഞാൻ വായിച്ചു കേൾപ്പിക്കാം, അപ്പൊ നിങ്ങളൊന്ന് കേട്ടു നോക്ക് കേട്ടോ. ഇത് മൊത്തമൊന്നുമില്ല, മൊത്തം ഭയങ്കര സംഭവമാണ്. മൊത്തമൊക്കെ നോക്കിക്കഴിഞ്ഞാല് അടിപൊളിയായിട്ട് ഭയങ്കര എന്താ നല്ല ഇതിലാണ് ഈ പറയുന്ന വക്കീൽ എഴുതി വിട്ടിരിക്കുന്നത്. അതിനകത്ത് ഒരു വാചകം നിങ്ങളൊന്ന് കേട്ടെ, ഞാൻ വായിക്കാം. തുടക്കത്തിൽ തന്നെ നിങ്ങളുടെ കക്ഷി എന്റെ കക്ഷിക്കെതിരെ നിങ്ങളുടെ വക്കീൽ നോട്ടീസിലൂടെ ഉന്നയിച്ച ആരോപണങ്ങൾ തീർത്തും വ്യാജവും ബാലിശവും അടിസ്ഥാനരഹിതവും കെട്ടിച്ചമച്ചതുമാണെന്ന് എന്റെ കക്ഷിയെ ഉപദ്രവിക്കാനും
നിയമവിരുദ്ധമായ നേട്ടങ്ങൾ കൈക്കലാക്കാനുമുള്ള ഗൂഢലക്ഷ്യങ്ങളോടുകൂടിയാണ് ഇവ ഉന്നയിച്ചതെന്നും ഞാൻ സമ്മതിക്കുന്നു എന്ന രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. എന്ത് ഗൂഢലക്ഷ്യങ്ങളാണ്? അവരുടെ കയ്യിൽ നിന്ന് എന്ത് കിട്ടാനുള്ള ഗൂഢലക്ഷ്യങ്ങൾ എന്നാണ് എഴുതിയിരിക്കുന്നത്. അത് മാത്രമല്ല, വേറെ ഉണ്ട്. ഞാൻ അത് കേൾപ്പിക്കാം. ഒത്തിരി ഉണ്ട് കേട്ടോ. അതിനകത്ത് ചില ഭാഗങ്ങൾ മാത്രം നിങ്ങൾ ഇപ്പൊ അറിഞ്ഞാൽ മതി. അതിൻ്റെ അകത്ത് നിങ്ങളുടെ നിയമപരമായ നോട്ടീസിൽ പരാമർശിച്ചതുപോലെ അപകീർത്തിപ്പെടുത്തൽ ആരോപണം പ്രത്യേകിച്ച് നിഷേധിച്ചു. ഈ നോട്ടീസ് പുറപ്പെടുവിച്ചത് തന്നെ നിയമ നടപടിയുടെ ദുരുപയോഗമാണെന്നും അത്തരം തെറ്റായ അവകാശങ്ങൾ പിന്തുടരുകയാണെങ്കിൽ നിങ്ങളുടെ ക്ലയന്റിനെതിരെ മാനനഷ്ടം, ദുരുദ്ദേശപരമായ പ്രോസിക്യൂഷൻ, നഷ്ടപരിഹാരം എന്നിവയ്ക്ക് ഉചിതമായ നടപടികൾ ആരംഭിക്കാൻ എന്റെ ക്ലയന്റിന് അവകാശമുണ്ടെന്നും ഇതുകൂട്ടി സമർപ്പിക്കുന്നു. അതായത് പുള്ളിയുടെ അടുത്തതോടെ വായിക്കും. എന്റെ ക്ലയന്റിന്റെ സ്വഭാവഹത്യ നിങ്ങൾ തുടർന്നാൽ നിങ്ങളുടെ ക്ലയന്റിനെതിരെ ഉചിതമായ നിയമ നടപടികൾ ആരംഭിക്കണമെന്ന് എന്റെ ക്ലയന്റ് കൂടുതൽ പ്രസ്താവിക്കുന്നു. കൂടാതെ പ്രസ്തുത നോട്ടീസ് ഉടൻ പിൻവലിക്കാനും കൂടുതൽ തെറ്റായ അപകീർത്തികരമോ ആയ ആശയവിനിമയങ്ങൾ പുറപ്പെടുവിക്കുന്നത് ഒഴിവാക്കുവാനും എന്റെ ക്ലയന്റ് നിങ്ങളുടെ ക്ലയന്റിനോട് അഭ്യർത്ഥിക്കുന്നു. അങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്റെ ക്ലയന്റ് ഉചിതമായ നടപടികൾ ആരംഭിക്കുകയും നിങ്ങളുടെ ക്ലയന്റിന് മറ്റ് പരാമർശങ്ങളില്ലാതെ ചെലവുകളും അനന്തരഫലങ്ങളും ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടൊക്കെയാണ് പുള്ളിക്കാരി എഴുതിയിരിക്കുന്നത്. അതായത് പുള്ളിക്കാരി ഒന്നും പറഞ്ഞിട്ടില്ല. ഈ പറഞ്ഞത് മൊത്തം ബിഷപ്പാണ്. അതായത് ബിഷപ്പാമ്പെന്ന് വിളിച്ചത് പുള്ളിക്കാരിയാണ്. ഇതൊന്നും പുള്ളിക്കാരി പറഞ്ഞിട്ടില്ല. എല്ലാം ബിഷപ്പിന്റെ കുറ്റമാണ്. ബിഷപ്പിനെ ബിഷപ്പാമ്പെന്ന് വിളിക്കുകയും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ സ്ഥാനീയ ചിഹ്നങ്ങളെയും അദ്ദേഹത്തെയും കളിയാക്കുകയൊക്കെ ചെയ്ത ആളാരായി? നല്ലവളായി. പുള്ളിക്കാരി നല്ലൊരു വക്കീലിനെ കൊണ്ടുവന്നിട്ടാണ് ഈ ഒരു കേസ് ഇങ്ങനെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ കേട്ടല്ലോ, അവരുടെ വീട്ടിന്റെ പറമ്പില് വെയിലടിക്കുന്നുണ്ട്, മരങ്ങളൊന്നുമില്ല. കാരണം ബിഷപ്പ് മരം കൂടെ വെച്ച് കൊടുക്കണമായിരുന്നു. ആ മരം വെച്ച് കൊടുക്കാത്തതാണ് ബിഷപ്പ് ചെയ്ത തെറ്റ്. ബിഷപ്പ് ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണ്ടേ? കാരണം ഒരു സെലിബ്രിറ്റി അല്ലയോ ഈ വന്ന് അടുത്ത് താമസിക്കാൻ പോകുന്നത്. അപ്പം ഈ മരങ്ങളൊക്കെ ഒന്ന് നട്ടുവെക്കണ്ടേ? സിനിമയിൽ പറയുന്ന പോലെ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണ്ടേ? അമ്പാനെ എന്ന് പറയുന്ന പോലെ ബിഷപ്പ് ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണ്ടായിരുന്നോ? ഇതൊക്കെ ഒന്ന് വെച്ച് കൊടുക്കണ്ടായിരുന്നോ? ഇല്ലെങ്കിൽ ഇപ്പൊ തന്നെ ബിഷപ്പ് എന്ത് ചെയ്യണം? ബിഷപ്പ് മറ്റേ മിഷണറി പ്രവർത്തനമൊക്കെ നിർത്തിയിട്ട് ഇവരുടെ വീട്ടിൽ പോയി ഒരു എന്താ പറയാ വാഴയോ അല്ലെങ്കിൽ എന്താ പറയാ ഇതൊക്കെ ഒന്ന് വെച്ച് കൊടുക്കണം. അതാണ് ഈ പുള്ളിക്കാരി ആഗ്രഹിക്കുന്നത്. തങ്കച്ചൻ ബിസിയുള്ള ആളാണ്, അതോടൊപ്പം തന്നെ രേണു ബിസിയാണ്, അവർക്ക് ഭയങ്കര ബിസിയാണ്. പക്ഷെ മിഷണറി പ്രവർത്തനവുമായി പോകുന്ന ഒരു സൗമ്യനായിട്ടുള്ള ഒരു മനുഷ്യൻ, മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ട് പോകുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം ഇവർക്ക് വസ്തു കൊടുത്തിട്ട് അവിടെ ഒരു മാവോ ഒരു പ്ലാവോ ഒന്നും നട്ടുവെക്കാൻ പോട്ടെ, ഒരു അറ്റ്ലീസ്റ്റ് ഒരു ചെടി പോലും നട്ടുവെക്കാൻ പറ്റാതെ ഇരുന്ന് വാചമടിക്കുകയാണ്. അവിടെ പിന്നെ മരങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണെന്ന്. ആരോട്? ദാസേട്ടനോട്. എങ്ങനെ ഇരിക്കുന്നു? പിന്നെ ഇനി അടുത്തത്, ഇവർ ഈ പറഞ്ഞ വക്കീലുണ്ടല്ലോ, ഈ വക്കീൽ ആരാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഞാൻ വേണേ ഒരു ക്ലൂ തരാം. നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടേ. ഈ വീഡിയോ കണ്ടതിന് ശേഷം പറയാം. എന്നാ വലിയ വക്കീലിനെയൊക്കെയാണ് കൊണ്ടുവന്ന് ഈ കേസ് ഏൽപ്പിച്ചേക്കിരിക്കുന്നതെന്ന് അറിയാമോ? ഭയങ്കര ഇതാവട്ടോ. ഇങ്ങനത്തെ വക്കീലന്മാരെയൊക്കെ വേണം ഈ കേസ് ഏൽപ്പിക്കാൻ. ഇങ്ങനെ ഏൽപ്പിച്ചാൽ മാത്രമേ നടക്കത്തുള്ളൂ. കാരണം പണ്ട് ശബരിമലയിൽ ഒരു വിഷയമുണ്ടായിരുന്നു, സ്ത്രീകളെ കയറ്റണമെന്ന് പറഞ്ഞ്. അപ്പൊ ആ വിഷയത്തിൽ മുമ്പിൽ നിന്ന ഒരാളാ ഇത്. അത് നിങ്ങളൊന്ന് കണ്ടേ. ഇത് ഞാനൊന്ന് വെക്കാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ആരാണ്. ദാ ഈ വരുന്ന ആള് അവരുടെ രണ്ട് മുഖത്തേക്ക് ഈ സ്പ്രേ ഒക്കെ ചീറ്റുന്നത് കണ്ടോ? ഇതെന്തിന് ചീറ്റുന്നതെന്ന് നിങ്ങൾ വിചാരിക്കും. എന്നിട്ട് അവർ സ്വാമിയെ ശരണമയ്യപ്പ എന്നാണ് വിളിക്കുന്നത്. അതിനൊരു കാരണമുണ്ട്, കേട്ടു നോക്കി. Pepper to my face and chili to my face, and this is also show to in my hand. If he is spraying molagupodi, you cannot talk. No, നിങ്ങളെ കണ്ണിത്തേക്കത്, നിങ്ങളെ കണ്ണിത്തേക്ക്. കണ്ടോ ഇവരെ? ഇതാണ് ഇവരുടെ വക്കീൽ ബിന്ദു അമ്മി. ഇവരാണ് ഈ വിഷയങ്ങൾക്കൊക്കെ കാരണം. ഇപ്പൊ പുതിയൊരു നോട്ടീസിന്റെ അകത്തും എന്തോ ജാട മൂലം അടിച്ചങ്ങ് വിട്ടതാ. പക്ഷെ അത് മെന ചെയ്തത് ഈ രേണുവിന് തന്നെയാണ്. രേണുവിന് തന്നെ അത് 8ന്റെ പണി കിട്ടിയെന്നുള്ളതാണ്. എന്തായാലും ഈ വക്കീല് പണി രേണുവിന് കൊടുത്തതായിട്ടാണ് നമുക്ക് തോന്നുന്നത്. സത്യം പറഞ്ഞാൽ ഇവര് മുമ്പ് ഈ പറയുന്ന ശബരിമലയിൽ പോയി വിഷയം ഉണ്ടാക്കുകയും അവിടെ ഉള്ളവരെല്ലാം കൊണ്ട് എടുത്തിട്ട് കാച്ചി വിട്ടതാ. ഇപ്പം ദാ ഇറങ്ങിയിരിക്കുന്ന അടുത്തത് ബിഷപ്പിനെതിരെ പണിയാനായിട്ട്. മുമ്പ് ശബരിമലയിൽ അവിടെ വിഷയമുണ്ടാക്കി ആ അയ്യപ്പനെ ഇതാക്കിയിട്ടുണ്ടെങ്കിൽ, അയ്യപ്പനെതിരെ മോശം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് വേണ്ട ബിഷപ്പിനെതിരെ. എന്റെ പൊന്നു പ്രേക്ഷകരെ, നിങ്ങൾ ഇത് കാണുന്നുണ്ടോ?
ഇങ്ങനെയുള്ളവരെയൊക്കെയാണ് ഇവർ പിടിച്ച് വെച്ച് ബിഷപ്പിനെതിരെ കളിക്കുന്നത്. അപ്പം അന്ന് അയ്യപ്പന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് അല്ല സ്ത്രീകളെ കയറ്റുന്നതുമായി ബന്ധപ്പെട്ട് ഇവര് വിഷയം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇന്ന് ഇവിടെ ബിഷപ്പിനെ ഇവിടുന്ന് അടിച്ചിറക്കണം. അതാണ് ഇവരുടെ ഉദ്ദേശം. അതിനകത്ത് എഴുതിയിരിക്കുന്നത് വെച്ച് നോക്കുമ്പോൾ അങ്ങനെയാണ്. അതായത് അവരുടെ ക്ലയന്റിനോട്, അതിനകത്ത് ഞാൻ ഒന്നുകൂടെ വായിച്ചേൽപ്പിക്കുക. അതായത് അവരുടെ ക്ലയന്റിനോട് എന്തോ ഒരു നിയമപരമായിട്ട് കാര്യങ്ങൾ ചെയ്യുവാനുള്ള ഒരു ഇതുണ്ടെന്നുള്ള കാര്യം എഴുതിയിട്ടുണ്ട് അതിനകത്ത്. ആ ഒരു സംഭവം എന്തിന് എഴുതി വെച്ചു, എന്തിന് എഴുതി ചേർത്തു എന്നുള്ളത് നിങ്ങൾ അരിയാഹാരം തിന്നുന്ന നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അത് അത്രേ ഉള്ളൂ. ഞാനത് പിന്നെ അടുത്ത വരും ദിവസങ്ങളിൽ അത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. എന്തായാലും ഇപ്പോൾ ഈ രേണുസുതി ഇവിടെ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങൾ ചില പ്രേക്ഷകർക്കൊക്കെയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവാം എന്തിന്റെ ഉദ്ദേശമാണെന്ന്. കൃത്യമായിട്ടും ഇവർ കാണിക്കുന്ന ഓരോ സംഭവങ്ങളും ഇങ്ങനെ സമ്മതിച്ചു കൊടുത്ത് ഇവരെ എന്തോ പൊക്കിക്കൊണ്ട് നടന്നു കഴിഞ്ഞാൽ ഇവരെ പൊക്കിക്കൊണ്ട് നടക്കുന്നവർക്കായിരിക്കും ഒടുവിൽ പാര കിട്ടുന്നത്. എന്തായാലും ഇവര് നല്ല രീതിയിൽ പോത്തില്ല. കാരണം എന്ന് വെച്ചാൽ ബിഷപ്പിനെതിരെയാണ് ഇവർ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ബിഷപ്പിനെതിരെ കളിക്കുമ്പോൾ ഇവർക്ക് കിട്ടുന്നത് മൊത്തം എന്താണ്? തിരിച്ചടികളാണ്. ഇപ്പൊ ഒരു എന്താ പറയാ, ബിഷപ്പ് ഒരു നോട്ടീസ് അയച്ചപ്പോൾ അത് കൃത്യമായിട്ട് വായിച്ചു നോക്കിയിട്ട് അവിടെ ബിഷപ്പ് തൊട്ടടുത്താണേ ആ സ്ഥലത്ത് പോയി ആ ബിഷപ്പിന്റെ അടുത്ത് പോയിട്ട് ഒരു കാര്യം പറഞ്ഞ് ഇനി ഞാൻ എന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊന്നും ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞ് അവിടെ തീർക്കണമായിരുന്നു. എന്നാൽ അതല്ല ചെയ്തത്. ഉടനെ അമ്മിണി വക്കീലിനെ പിടിച്ചിട്ട് ഒരു നോട്ടീസ് അങ്ങോട്ട് അയച്ചു. ബിഷപ്പ് കുറ്റക്കാരനാണെന്നും ബിഷപ്പ് വേറെ എന്തൊക്കെയോ ഉദ്ദേശം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നും ഒക്കെ രീതിയിൽ അങ്ങോട്ട് കാച്ചി വിട്ടു. അങ്ങനെ കാച്ചി വിട്ടാൽ ബിഷപ്പ് വിടുവോ? എടാ ബിഷപ്പ് വിടുമോ? ബിഷപ്പ് വിടത്തില്ല. ബിഷപ്പ് ഒരു 2 കോടിയുടെ മാനനഷ്ടത്തിന് അങ്ങോട്ട് മൂവ് ചെയ്യും. അപ്പോൾ ഈ പറയുന്ന അമ്മിണി വക്കീലും കാണത്തില്ല. ഇവരെ ഈ അമ്മിണി വക്കീലിനെ കോണ്ടാക്ട് ചെയ്യിച്ചു കൊടുത്ത കൂട്ടുകാരിയാണോ അല്ലെങ്കിൽ തങ്കച്ചനാണോ ആരും കാണത്തില്ല. എന്തായാലും ഈ പൊങ്കന്താനത്തുള്ള പല ആൾക്കാരും പലതും പറയുന്നുണ്ട്. അതൊക്കെ ഇനി എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഇനി വരും ദിവസങ്ങളിലൊക്കെ അറിയാനായിട്ട് സാധിക്കും. എന്തായാലും സെലിബ്രിറ്റി കളിച്ച് ഒരു സെലിബ്രിറ്റി ആയിട്ട് ഒരിടത്ത് ഇരിക്കുക. ആ പാമ്പിടിച്ച മനുഷ്യന്റെ പൈസ ആയാലും ഒന്ന് കൊടുത്ത് തീർക്ക്. അല്ലാതെ വണ്ടി കയറി ഇങ്ങനെ പിടിച്ച് പോകുന്ന പോലല്ല കാര്യങ്ങൾ. മനുഷ്യന്റെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചാൽ അത് തിരിച്ചു കൊടുക്കാനുള്ള ഒരു ഇത് കാണിക്കണം. അല്ലാതെ ഞാൻ പലർക്കും സഹായം ചെയ്യുന്നുണ്ട്, ഞാൻ എന്നോട് ചോദിക്കുന്നവർക്ക് ഞാൻ 50 100 എടുത്ത് കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്ന ആള് ആദ്യം താമസിച്ച വീട്ടിലെ പൈസ കൊടുക്കാൻ നോക്കും. അങ്ങനെയാണ് എല്ലാവരും ചെയ്യുന്നത്. അങ്ങനെയാണ് ചെയ്യുന്നത്. അതൊക്കെ ഒന്ന് പഠിക്കുക. ഇതിപ്പോ ബിഷപ്പിനെ പറഞ്ഞാൽ മതിയല്ലോ. വേലിയിൽ ഇരുന്ന സാധനത്തിനെ എടുത്ത് എവിടോ വെച്ച പോലെ ആ ബിഷപ്പിന്റെ അവസ്ഥ ഇപ്പൊ എവിടോ കടന്നതാ. അതിനെ കൊണ്ടുവന്ന് ഇപ്പൊ വീടിന്റെ അടുത്ത് ആ ഹട്ടിനോട് ചേർന്ന് വസ്തുവും കൊടുത്ത് അവിടെ ഇരുത്തിയത് ഇപ്പോ ബിഷപ്പിന് തന്നെ മെനയായിരിക്കുകയാണ്. ഇപ്പൊ ബിഷപ്പ് അവിടെ മരം വെച്ചു കൊടുക്കണം, ബിഷപ്പ് അവിടെ മാവ് വെച്ചു കൊടുക്കണം, പ്ലാവ് വെച്ചു കൊടുക്കണം, വേണേ വാഴ നട്ടു കൊടുക്കണം. എന്തിനേറെ പറയുന്നു, കാന്താരി തൈ വരെ അവിടെ വെച്ച് കൊടുത്തോണം. അതിപ്പം ബിഷപ്പിന് ഒരു ടാസ്ക് ആയിട്ട് കിട്ടിയിരിക്കുകയാണ്. എന്താണ് പ്രേക്ഷകരെ, നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ മസ്റ്റാങ് കമന്റ് അടുത്ത വീഡിയോ കാണുന്നതിരിക്കും. എല്ലാവർക്കും ബൈ.